ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ VBA. VBAയിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ലൂപ്പിംഗ്? ഒരുപാട് സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ലൂപ്പിംഗ്. ജാവാസ്ക്രിപ്റ്റിലൊക്കെ ലൂപ്പിംഗ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ലൂപ്പിംഗ്? ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്, പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് എന്ത് ലൂപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ലൂപ്പിംഗ് ചെയ്യേണ്ടി വരിക? ലൂപ്പിംഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടി വരിക? If you want to perform certain repetitive tasks, in such a situation we use looping concept. എപ്പോഴൊക്കെയാണ് നമുക്ക് റിപ്പീറ്റേറ്റീവ് ടാസ്ക് പെർഫോം ചെയ്യേണ്ടി വരിക? അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു. കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഇനി ഏതൊക്കെയാണ് അത്തരം റിപ്പീറ്റേറ്റീവ് ടാസ്ക്? എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇനി ഏതൊക്കെയാണ് അത്തരം റിപ്പീറ്റേറ്റീവ് ടാസ്ക് നമുക്ക് നോക്കാം. പ്രിന്റിങ് എ ടെക്സ്റ്റ് 100 times. നമ്മുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് നമുക്ക് ഒന്നിലധികം പ്രാവശ്യം പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റേറ്റീവ് ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ എന്താ? പ്രിന്റിങ് എ ടെക്സ്റ്റ് എന്നുള്ളതാണ്. 100 times എന്നുള്ളത് അതിൻ്റെ ലിമിറ്റ്, എത്ര പ്രാവശ്യം നമുക്ക് പ്രിന്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ജനറേറ്റിംഗ് എ സീരീസ് ഓഫ് നമ്പേഴ്സ്. ഇപ്പോൾ 50 പ്രാവശ്യം നമുക്ക് അല്ലെങ്കിൽ 50 വരെയുള്ള നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് മാത്രം പ്രിന്റ് ചെയ്ത് വരണം. അല്ലെങ്കിൽ ഇവൻ നമ്പേഴ്സ് മാത്രം, 100 വരെയുള്ള ഇവൻ നമ്പേഴ്സ് മാത്രം പ്രിന്റ് ചെയ്ത് വരണം. അത്തരം സീരീസ് ഒക്കെ ജനറേറ്റ് ചെയ്യാനും നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു. ഇനി ടേബിൾ ഓഫ് സർട്ടൻ കാൽക്കുലേഷൻസ്. നമുക്ക് അഡീഷൻ കുറേ പ്രാവശ്യം ചെയ്യണം, കുറേ സെൽസ് നമുക്ക് അഡീഷൻ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ടുവരാം. സെർച്ചിങ് ഓർ റീഅറേഞ്ചിങ്. ഇപ്പോൾ നമ്പർ ആയാലും വേർഡ്സ് ആയാലും കുറേ നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കുറേ വാക്കിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ നമ്പർ സീരീസിന് തന്നെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ, അസെൻഡിങ് ഓർഡർ ചെറുതെന്നോ വലുതിലേക്കോ അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിലേക്കോ നമുക്ക് ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ലൂപ്പിംഗ് ടൈപ്സ്. ഏതൊക്കെയാണ് ലൂപ്പിംഗ് ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. മെയിനായിട്ട് VBAയിൽ യൂസ് ചെയ്യുന്ന ലൂപ്പിംഗ് ടൈപ്സ് 3 എണ്ണമാണ്. ഫോർ നെക്സ്റ്റ് ലൂപ്പ്, ഡു അണ്ടിൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഫോർ നെക്സ്റ്റ് ലൂപ്പ്, ഡു അണ്ടിൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഈ 3 എണ്ണമാണ് മെയിനായിട്ട് നമ്മൾ VBAയിൽ യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പിൻ്റെ മേജർ കാറ്റഗറീസ് ആണ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫോർ നെക്സ്റ്റ് ലൂപ്പ്. ഫോർ നെക്സ്റ്റ് ലൂപ്പ് എക്സിക്യൂട്ട് എ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് അബ്രിവേറ്റ്സ് ദ കോഡ് ദാറ്റ് മാനേജസ് ദ ലൂപ്പ് വേരിയബിൾസ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം മൾട്ടിപ്പിൾ ടൈംസ് ഒരു സീക്വൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഫോർ നെക്സ്റ്റ് ലൂപ്പിൻ്റെ എക്സാമ്പിൾ, ഫോർ n = 1 to 10 debug dot print n നെക്സ്റ്റ്. ഇതാണ് ഫോർ നെക്സ്റ്റ് ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ. ഇതെന്തിനുള്ള പ്രോഗ്രാമാണ്? 1 to 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് വരണം. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് വരണം. അപ്പോൾ എന്നിൽ ഫസ്റ്റ് ടൈം 1 ആയിരിക്കും. ഡീബഗ് ഡോട്ട് പ്രിന്റിൽ 1 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് ടൈം എൻ്റെ വാല്യൂ അസൈൻ ചെയ്യുന്നത് 2 ആയിട്ടായിരിക്കും. എന്നിൽ ഡീബഗ് ഡോട്ട് പ്രിന്റ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 2 എന്ന് പ്രിന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ അപ് ടു 10 വരെ പ്രിന്റ് ചെയ്യും. അടുത്തത് ഫോർ ഈച്ച് ലൂപ്പ്. ഇറ്റ് സിമിലർ ടു ഫോർ നെക്സ്റ്റ് ലൂപ്പ്. ഇൻസ്റ്റെഡ് ഓഫ് ലൂപ്പിംഗ് ത്രൂ എ സെറ്റ് ഓഫ് വേരിയബിൾ, ഇറ്റ് ലൂപ്സ് ത്രൂ എവറി ഓബ്ജക്റ്റ് ഇൻ എ സെറ്റ് ഓഫ് ഓബ്ജക്ട്സ്. അതായത് ഫോർ നെക്സ്റ്റ് ലൂപ്പിൽ വാരിയബിൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാരിയബിൾസിൻ്റെ വാല്യൂസിനെ എന്ത് ചെയ്യുന്നു? ലൂപ്പ് ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത്
സെറ്റ് ഓഫ് ഓബ്ജക്ട്സിനകത്തുള്ള ഓരോ ഓബ്ജക്ട്സിനെയും ലൂപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഏത്? ഫോർ ഈച്ച് ലൂപ്പ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. dim ws as worksheet for each ws in worksheet debug.print ws.name next ws. ഇതൊരു ഫോർ ഈച്ച് ലൂപ്പിന് എക്സാമ്പിൾ ആണ്. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? dim ws as worksheet എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം VBA യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ഇവന്റ് ഡ്രിവൺ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് എക്സൽ പോലുള്ള പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എക്സലാണ്. അപ്പം എക്സലിൽ ഓരോ വർക്ക്ഷീറ്റും ഓരോ സെൽസും ഓരോ വർക്ക് ബുക്സും ഓരോ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. dim ws as worksheet എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ dim എന്ന് പറയുന്നത് ഡയമെൻഷൻ. dim stands for dimension which is used to declare variables and data types. അത് ഓർത്ത് വെക്കണം. DIM എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വാരിയബിൾസിനെയും ഡാറ്റ ടൈപ്പിനെയും ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DIM എന്ന് പറഞ്ഞ ആ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. dim ws as worksheet. അപ്പോൾ ws എന്ന് പറയുന്നത് ഇവിടെ ഒരു വാരിയബിൾ ആണ്. എന്തിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വർക്ക്ഷീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ഈച്ച് ws in worksheets, അതായത് ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫോർ ഈച്ച് ws in worksheet. ഇവിടെ വർക്ക്ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്. അപ്പോൾ എല്ലാ വർക്ക്ഷീറ്റും ഇപ്പോൾ ഒരു 1000 വർക്ക്ഷീറ്റ് ആ വർക്ക് ബുക്കിൽ ഉണ്ടെങ്കിൽ അതെല്ലാം യൂസ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഒരു 5 or 10 മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൽ ഈ 5 or 10 നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണത്തിനനുസരിച്ചിരിക്കും അതിൽ എത്രത്തോളം ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക്ഷീറ്റുകളുടെ എണ്ണമാണ് ആക്റ്റീവ് വർക്ക്ഷീറ്റ്. ഇത് 10 ആവാം, 15 ആവാം, 1 ആവാം, 2 ആവാം, എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ഫോർ ഈച്ച് ws in worksheet, ആക്റ്റീവായ വർക്ക്ഷീറ്റിൽ ഓരോ വർക്ക്ഷീറ്റിനെയും പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ws എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. debug.print ws.name, ആക്റ്റീവായ വർക്ക്ഷീറ്റ് ഉണ്ടോയെന്ന് നോക്കും. അതിൽ ഫസ്റ്റ് ആക്റ്റീവായ ആദ്യത്തെ നെയിം പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് ws എന്ന് പറയുമ്പോൾ അടുത്തതിൻ്റെ പോയിന്റ് ചെയ്യും. അത് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയിം പ്രിന്റ് ചെയ്യും. അങ്ങനെ ഫോർ ഈച്ച് ലൂപ്പിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നേരത്തെ തന്നിരിക്കുന്ന എക്സാമ്പിൾ, ഫോർ ഈച്ച് ലൂപ്പിൻ്റെ എക്സാമ്പിൾ ഒന്നും കൂടി വിശദീകരിക്കുകയാണ് ഇവിടെ. dim ws as worksheet എന്ന് പറഞ്ഞ ലൈൻ, അതിലൊരു dim stands for dimension which used to declare variables and data type എന്ന് പറഞ്ഞു. ഡിക്ലെയർ എ വാരിയബിൾ ഓഫ് ആൻ ഓബ്ജക്റ്റ്. ഇവിടെ ഓബ്ജക്റ്റ് വർക്ക്ഷീറ്റും വാരിയബിൾ ws ആണ്. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഫോർ ഈച്ച് ws in worksheet, ഈ ലൈൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫോർ ഈച്ച് ലൈൻ വിത്ത് ദ വാരിയബിൾ ആൻഡ് കളക്ഷൻ റെഫറൻസ്. വാരിയബിൾ, കളക്ഷൻ റെഫറൻസ്. ഈ വാരിയബിൾ എവിടെ, ഏതിനെയാണ് റെഫറൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ലൈൻ കൊടുത്തേക്കുന്നത്. ws എന്തിനെ റെഫർ ചെയ്യുന്നു? എന്തിനാണ് റെഫറൻസ് ചെയ്യുന്നത്? ആക്ടിവേറ്റ് ആയിട്ടുള്ള വർക്ക്ഷീറ്റിനെ. അതിൽ ഓരോ വർക്ക്ഷീറ്റിനെയാണ് ഓരോ ടൈമും ws പോയിന്റ് ചെയ്യുന്നത്. ഇനി debug.print ws.name, ലൈൻസ് ഓഫ് കോഡ് ടു റിപ്പീറ്റ്. നമ്മൾ ഈ ഓരോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അകത്ത് കൊടുക്കുന്നത് ഏത് പോർഷനാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടേണ്ടത് എന്നുള്ള പോർഷനാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്താ? ആക്ടിവേറ്റ് ആയിട്ടുള്ള വർക്ക്ഷീറ്റുകളുടെ നെയിം പ്രിന്റ് ചെയ്യണം. അപ്പോൾ 10 എണ്ണം നമുക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 എണ്ണത്തിൻ്റെ പേരും 1 by 1 ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. നെക്സ്റ്റ് ws എന്ന് പറയുമ്പോൾ ആദ്യത്തത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, അടുത്തതിനെ പോയിന്റ് ചെയ്യും. അത് ആക്ടിവേറ്റ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ് ആണോ നോക്കും. debug.print ws.name എന്ന് പറയുമ്പോൾ അടുത്തതിൻ്റെ നെയിം പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് ws എന്ന് പറയുമ്പോൾ അടുത്തതിനെ പോയിന്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. നെക്സ്റ്റ് exit for statement ആണ്. exit for statement is used to exit from the loop before condition is met. നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ റീച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് എക്സിറ്റ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ n equal to 0 to 10 debug.print n
If n equal to 5, then exit for next n. ഇത് ഫോർ നെക്സ്റ്റ് ലൂപ്പിന് എക്സാമ്പിൾ ആണ് ഇവിടെ എക്സിറ്റ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തേക്കുന്നത്. 10 എന്ന് പറഞ്ഞ ലിമിറ്റ് റീച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രോഗ്രാം എക്സിറ്റ് ചെയ്യണം. ഈ പ്രോഗ്രാം പ്രകാരം എന്നിൻ്റെ വാല്യൂ 5 ആവുമ്പം പ്രോഗ്രാമിൽ ഈ ലൂപ്പിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ലൂപ്പിന് പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? n is equal to 0 ആവുമ്പോൾ ഉള്ള n പ്രിന്റ് ചെയ്യുന്നു. debug ഡോട്ട് പ്രിന്റ് എന്ന് പറയുമ്പോൾ 0 പ്രിന്റ് ചെയ്യുന്നു. ഇഫ് n equal to 5 ആണോ ചെക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് ഡു അൺടിൽ ലൂപ്പാണ്. ഇത് രണ്ട് തരത്തിലാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നത്. ഡു അൺടിൽ ലൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡു അൺടിൽ ലൂപ്പ് റിപ്പീറ്റ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അൺടിൽ ദ കണ്ടീഷൻ ഈസ് മെറ്റ്. ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സോ എക്സിക്യൂട്ട് ചെയ്യുന്നു ഏതുവരെ? പർട്ടിക്കുലർ കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നത് വരെ. ഇത് രണ്ട് തരത്തിലാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ്, ടെസ്റ്റ് ദ കണ്ടീഷൻ ബിഫോർ എക്സിക്യൂട്ടിംഗ് ദ കോഡ്. കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രമേ കോഡ് എക്സിക്യൂഷൻ പോസിബിൾ ആവുള്ളൂ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ദ കോഡ് ഇൻ ദ ലൂപ്പ് ആൻഡ് ടെസ്റ്റ് ഫോർ ദ കണ്ടീഷൻ. ആദ്യം എന്തായാലും ഒരു തവണ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മൾ ഡു അൺടിൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡു അൺടിൽ ലൂപ്പ്, ഡു ലൂപ്പ് അൺടിൽ, ഇതിന് രണ്ടിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡു അൺടിൽ കണ്ടീഷൻ, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയാണ് ഡു അൺടിൽ ലൂപ്പിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഈ പ്രോഗ്രാമിനകത്ത് ഡു അൺടിൽ n equal to 10 ഡീബഗ് ഡോട്ട് പ്രിന്റ് n equal to n+1 ലൂപ്പ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 10 ആകുന്നത് വരെ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുകയും ഇൻക്രിമെൻ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? എന്നിൻ്റെ വാല്യൂ 10 റീച്ച് ചെയ്യുന്നത് വരെ. അടുത്തതിനകത്ത് ഡു ഡീബഗ് ഡോട്ട് പ്രിന്റ് n equal to n+1. ഡീബഗ് ഡോട്ട് പ്രിന്റ് n, അതായത് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഒരു പ്രാവശ്യം ചെയ്യുന്നുണ്ട്, ഇൻക്രിമെൻറ്റും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് എന്നിൻ്റെ വാല്യൂ 10 എത്തിയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തേൽ ഫസ്റ്റ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. സെക്കൻഡ് കേസിൽ എന്തായാലും ഒരു പ്രാവശ്യം ലൂപ്പ് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ദെൻ ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പും ഡു അൺടിൽ ലൂപ്പിന് സിമിലർ ആയിട്ട് രണ്ട് തരത്തിലാണ് അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. ആദ്യത്തെ കേസിൽ ടെസ്റ്റ് ദ കണ്ടീഷൻ ബിഫോർ എക്സിക്യൂട്ടിംഗ് ദ കോഡ്. സെക്കൻഡ് കേസ് എക്സിക്യൂട്ട് ദ കോഡ് ഇൻ ദ ലൂപ്പ് ആൻഡ് ടെസ്റ്റ് ഫോർ ദ കണ്ടീഷൻ. അത് രണ്ടും സെയിം തന്നെയാണ്, രണ്ട് തരത്തിലാണ് അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഡു വൈൽ ലൂപ്പിനും ഡു ലൂപ്പ് വൈലിനും എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് എന്തിനുള്ള പ്രോഗ്രാമാണ്? 10-നേക്കാളും കുറവായിട്ടുള്ള നമ്പേഴ്സിന് പ്രിന്റ് ചെയ്യണം, അതിനുള്ള പ്രോഗ്രാമാണിത്. dim n ആസ് ഇൻറ്റിജർ എന്ന് പറയുമ്പം n എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ ഇൻറ്റിജറിലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇവിടെ ഡു വൈലിനകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ബോഡി ഓഫ് ദ ലൂപ്പ്, അതായത് n പ്രിന്റ് ചെയ്യുക, എന്നിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ള ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ റിപ്പീറ്റേറ്റീവ് ടാസ്ക് എൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുക, എന്നിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത കേസിൽ വരുമ്പോൾ ഡു ഡീബഗ് ഡോട്ട് പ്രിന്റ് n equal to n+1. അവിടെ എന്തായാലും ഒരു പ്രാവശ്യം എന്നിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു, എന്നിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം മാത്രമാണ് എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ 10 ആണോ ചെക്ക് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ തവണ എന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് നമ്മൾ മുകളിൽ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ 1 എന്നുള്ള വാല്യൂ എന്തായാലും പ്രിന്റ് ചെയ്യും. n equal to n+1, അതായത് എന്നിൻ്റെ വാല്യൂ 2 ആയതിന് ശേഷം മാത്രമാണ് വൈലിനകത്ത് ചെക്ക് ചെയ്യുന്നത്. അതായത് 2 less than 10 മുതലാണ് ചെക്ക് ചെയ്യുന്നത്. 2 less than 10 ആണോ എന്നുള്ളതാണ് ചെക്കിങ് വരുന്നത്. ഇത് ഡു വൈൽ ലൂപ്പിന് ഒരു എക്സാമ്പിൾ ആണ്. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള്
10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യുക ആ ഒരു ഫോർമാറ്റിൽ തന്നെ. അപ്പോൾ സബ് ടെസ്റ്റ് ഡു വൈൽ എന്നുള്ളത് ഒരു സബ് പ്രൊസീജിയർ ആണ്. dim ij as integer I equal to 1, do while I less than or equal to 10. ഐൻ്റെ വാല്യൂ 10 ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും കൊടുത്തേക്ക് n എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ റൺ ടൈമിൽ പാസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. അതായത് ഇവിടെ കണ്ടോ ഇമ്മീഡിയറ്റ് വിൻഡോയിനകത്ത് ടെസ്റ്റ് ഡു വൈൽ ഈക്വൽ ടു ഡു വൈൽ 2 എന്ന് കൊടുക്കുമ്പം ഈ എന്നിൻ്റെ വാല്യൂ ആ ടൈമിലാണ് 2 ആയിട്ട് അസൈൻ ചെയ്യുന്നത്. പിന്നെ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആ ഒരു ഓർഡറിൽ അതേപോലെ തന്നെ 2 × 1 = 2 ആ ഒരു ഫോർമാറ്റിൽ തന്നെ പ്രിന്റ് ചെയ്യാനാണ് ഈ ലൈൻ യൂസ് ചെയ്യുന്നത്. debug.println x ampersand I ampersand equal to ampersand I into n I equal to I plus 1. ഇതാണ് ഡു വൈൽ ലൂപ്പിന് എക്സാമ്പിൾ നമ്മൾ VBA ചെയ്തേക്കുന്നത്. ഇത് ഡു ലൂപ്പ് വൈലിന് എക്സാമ്പിൾ ആണ്. 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 5 × 1 = 5, 5 × 2 = 10 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോർമാറ്റിൽ തന്നെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡു ലൂപ്പ് വൈലിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വന്നതാണ്, യു ഹാവ് ഓൺലി 2 attempts remaining, 3 attempts remaining എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാം എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നവരെ ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ടെസ്റ്റ് 1 എന്ന് പറഞ്ഞൊരു സബ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. dim n as integer എന്ന് പറയുന്ന വാരിയബിൾ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ ഫസ്റ്റ് 5 വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്ന വാരിയബിൾ ആണ്. വാരിയബിളിൻ്റെ വാല്യൂ 5 സെറ്റ് ചെയ്തു. ഡു debug.print you have only ampersand n attempts remaining എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് എന്നിൻ്റെ വാല്യൂ 5 ആണ് അല്ലേ. അപ്പോൾ യു ഹാവ് ഓൺലി 5 attempts remaining. ഇത് ഓരോ തവണയും എന്ത് ചെയ്യണം, ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 4 attempts remaining, 2 attempts remaining, അങ്ങനെ 1 വരെ റീച്ച് ചെയ്യണം. അപ്പോൾ അതാണ് ഈ ലൂപ്പിൻ്റെ ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. ലൂപ്പ് വൈൽ n greater than 0, n greater than 0 ആവുന്നത് ആ ഒരു കണ്ടീഷനിൽ മാത്രമേ ഈ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴാണോ എന്നിൽ 0 വാല്യൂ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് വരുന്ന ഔട്ട്പുട്ട് നോക്കാം. യു ഹാവ് ഓൺലി 5 attempts remaining. ഫസ്റ്റ് ടൈം 5 ആയിരുന്നു, അപ്പോൾ 5 attempts remaining എന്ന് വന്നു. നെക്സ്റ്റ് 4 ആയി, 4 attempts remaining എന്ന് വന്നു. അങ്ങനെ ഏതുവരെ വന്നു? യു ഹാവ് ഓൺലി 1 attempts remaining. ഇതാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൈൽ വെന്റ് ലൂപ്പാണ്. While when loop executes a series of statements as long as the given condition is true. If the condition is true, all the statements are executed until when the keyword is encountered. If the condition is false, the loop exited and the control jumps to the very next statement after when the keyword. അതായത് നമ്മൾ while when ലൂപ്പ് യൂസ് ചെയ്യുന്നത് വൈൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ സിൻടാക്സ് തന്നു, വൈൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 to സ്റ്റേറ്റ്മെൻറ്റ് n, അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ട്രൂ ആയിട്ടുള്ള കണ്ടീഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫാൾസ്, കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ വെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് വൈൽ വെന്റ് ലൂപ്പ്. ഇത് വൈൽ വെന്റ് ലൂപ്പിന്റെ എക്സാമ്പിൾ ആണ്. dim counter equal to 0. കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ 0 ആയിട്ട് സെറ്റ് ചെയ്തു. വൈൽ കൗണ്ടർ ലെസ് ദാൻ 5, counter equal to counter plus 1, debug.print hello when debug.print counter.
ഇതെന്തിനുള്ള പ്രോഗ്രാമാ? ഹലോ എന്ന മെസ്സേജ് 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. വൈൽ കൗണ്ടർ ലെസ് ദാൻ 5, ആദ്യത്തെ കേസിൽ 0 ആണ്. 0 ലെസ് ദാൻ 5 ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ ട്രൂ ആവുമ്പം ലൂപ്പിനകത്ത് എൻ്റർ ചെയ്യും. ഇവിടെ കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1 ഉണ്ട്. കൗണ്ടർ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഹലോ മെസ്സേജ് ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് കൗണ്ടർ ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ കൗണ്ടർ വൈൽ കൗണ്ടർ ലെസ് ദാൻ 5 ആണോ ചെക്ക് ചെയ്യും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് കൗണ്ടറിനകത്ത് 1 ആയി. ഇനി കൗണ്ടർ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. കൗണ്ടർ 2 ആവും. ഹലോ എന്ന മെസ്സേജ് രണ്ടാമത്തെ പ്രാവശ്യം പ്രിന്റ് ചെയ്യും. കൗണ്ടറിൽ ഇപ്പോൾ ഉള്ളത് 2 ആണല്ലേ. 2 ലെസ് ദാൻ 5 ആണോ ചെക്ക് ചെയ്യും. അങ്ങനെ ഏതുവരെ ചെയ്യും? കൗണ്ടറിൻ്റെ വാല്യൂ 5 ആകുന്നത് വരെ, അതായത് 0 to 4 വരെ ഹലോ മെസ്സേജ് പ്രിന്റ് ചെയ്യും. എപ്പോഴാണോ കൗണ്ടറിൻ്റെ വാല്യൂ 5 ആകുന്നത് ആ സമയത്ത് വെൻറ്റിന് ശേഷമുള്ള കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ വെൻറ്റിന് ശേഷമുള്ള കോഡ് എന്ന് പറയുന്നത് debug.print കൗണ്ടർ. ഇവിടെ കൗണ്ടറിൻ്റെ വാല്യൂ 5 ആക്കി ആ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യും. ഇത്രയാണ് നമുക്ക് ലൂപ്പിംഗ് ഇൻ VBA എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത സ്ലൈഡിൽ കാണാം.